ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു പാൻറ്റൊക്കെ നമ്മൾ റെഡിമെയ്ഡ് പാൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് പല ലെങ്ത് ആയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ചിലത് ഭയങ്കര ലൂസായിരിക്കും, അതുപോലെ തന്നെ ചിലത് ഭയങ്കര ലെങ്ത്ത് കൂടും, അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്ത് ശരിയാക്കേണ്ടതെന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതാ ഞാനിട്ട് നിൽക്കുമ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് അടിയിലോട്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു പാൻറ്റ് എടുക്കുക കേട്ടോ, നമ്മുടെ കറക്റ്റ് അളവിനുള്ളൊരു പാൻറ്റ് എടുക്കുക. അതിനുശേഷം നമ്മളിത് രണ്ടാക്കി മടക്കി ഇടുക കേട്ടോ. അപ്പോൾ അത് ഇത്രയാണ് നമ്മുടെ ഡിഫറൻസ് വരുന്നത് കണ്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് പാൻറ്റ് മേടിക്കുമ്പോൾ ചില തുണികൾ നമ്മുടെ സിംഗിൾ മെഷീൻ എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെടില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഏകദേശം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു അളവ് നമ്മൾ എന്തായാലും ബാക്കി വെച്ചിട്ട് വേണം വെട്ടിക്കളയാനായിട്ട്. നമ്മൾ ലെങ്ത്തൊക്കെ കറക്റ്റ് അല്ലേ നോക്കണം കേട്ടോ. മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അളവിനുള്ളത് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് അല്ലേന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം നമുക്ക് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ അളന്ന് നോക്കണം. ഇപ്പോൾ ഇതൊരു 2.5 ഇഞ്ച് കണ്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ ലെങ്ത്ത് കൂടി നിൽക്കുന്നത് അത് കട്ട് ചെയ്യുക. ഒരു 1/2 ഇഞ്ചോളം നമ്മൾ അടിക്കാനായിട്ട് മാറ്റി വിടണം. കാരണം നമ്മളിത് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മളത് മടക്കി അടിക്കണം. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ പാൻറ്റിൻ്റെ സൈഡിൽ രണ്ടറ്റത്തും നമ്മൾ അടയാളപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഈ ഒരു അളവ് തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ ടാപ്പ് വെച്ചോ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം കേട്ടോ. വരച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് അല്ലേന്നൊന്ന് അളന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒക്കെ തുണികൾ വളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഭംഗി കുറവുണ്ടാവും കേട്ടോ നമ്മുടെ ഡ്രസ്സിന്. അപ്പോൾ പാൻറ്റൊക്കെ ആയാലും അതുപോലെ തന്നെയാണ്. നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ കറക്റ്റ് അളവല്ലേന്ന് നമ്മൾ 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് വെട്ടി മാറ്റാനായിട്ട്. അപ്പോൾ ഒരു പീസ് നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്, അടുത്ത പീസ് നമുക്ക് വെട്ടി മാറ്റാം. നമ്മൾ ഈ വെട്ടി മാറ്റുന്ന പീസൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബണ്ണൊക്കെ ഉണ്ടാക്കാം കേട്ടോ. മുടിയിലിടുന്ന ബണ്ണൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ്. നമ്മൾ ചെറിയൊരു എലാസ്റ്റിക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ 2 ജോഡി ബണ്ണെങ്കിലും നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീട്ടിലിടാനായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഡ്രസ്സ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സാണെന്ന് വെച്ചാൽ അതിൻ്റെ സെയിം മോഡൽ ബണ്ണ് നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഡ്രസ്സിനും മാച്ചായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ എങ്ങാനും ഇടാം. നാളെ 2 ദിവസത്തിനുള്ളിൽ ഇടാം കേട്ടോ ബണ്ണ് ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ അളവ് നമ്മൾ ആ ഒരു പീസ് വെച്ച് തന്നെ അടയാളപ്പെടുത്തി കറക്റ്റ് അല്ലേ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ ലെങ്ത്തിനനുസരിച്ച് മുറിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില തുണികൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡ് വശം ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിക്കുക, ഒരു 2 അടിയെങ്കിലും ഒന്ന് അഴിച്ചിടാം കേട്ടോ. അതിന് ശേഷം എന്താ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഈ തുണിയുടെ അടിയിലും പേപ്പർ വയ്ക്കാം, മേലെയും ഒരു പേപ്പർ വയ്ക്കാം. ചെയ്ത് നോക്കുക തുന്നൽ പെടുന്നുണ്ടോ എന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ നൂലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുക. കാരണം നമ്മുടെ ഈ സിംഗിൾ മെഷീൻ എത്തുമ്പോൾ അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നമുക്ക്. കാരണം നല്ല സിൽക്കി ആയിട്ടുള്ള തുണികളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് ഒന്നും പെടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതുപോലെ മടക്കുക, നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അതിൻ്റെ മേലെയും താഴെ ഒരു പേപ്പർ വെക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ മടക്കി അടിക്കുന്നതിൻ്റെ മേലെ കൂടെ തന്നെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ കറക്റ്റ് അളവ് നമുക്ക് ഇങ്ങനെ പൊക്കി നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പേപ്പർ വെച്ചതിന് ശേഷം ഫുള്ളും ഇതുപോലെ തന്നെ നമ്മൾ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. പേപ്പറിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അറിയില്ല, സ്റ്റിച്ചിങ് പെടാണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയി ഇതുപോലത്തെ ചെറിയ ഡ്രസ്സുകളായ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കും. പക്ഷേ നമ്മുടെ മെഷീൻമേലും ഇതുപോലെ ചെയ്യാം. ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ മടക്കി നമുക്ക് അടിക്കാം. അതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കൂട്ടിയടിക്കണം കേട്ടോ. ഈ അറ്റം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൂട്ടിയടിച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പുറത്തൊന്നും കൊടുത്ത് ഇതുപോലത്തെ പാൻറ്റുകൾ തുന്നലൊക്കെ പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ഇരിക്കേണ്ട. നമുക്ക് ഇതുപോലത്തെ മെത്തേഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് തന്നെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ പേപ്പർ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കീറി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിവശവും മേലത്തെ വശവും ഇതുപോലെ കീറിക്കളയുക. പേപ്പറൊക്കെ ഇടയിലിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം. നല്ല സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ കണ്ടോ സ്റ്റിച്ചിങ് ഒക്കെ പെടുന്നുണ്ട്. അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ സാധാരണ മോഡൽ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റിച്ചിങ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.